നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം പ്രകാരമുള്ള പരാതികളിൽ കോടതി നടപടി തുടങ്ങിയ ശേഷം കുറ്റാരോപിതരെ നേരിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നത് സുപ്രീം കോടതി വിലക്കി. കോടതിയിൽ ഹാജരായ കുറ്റാരോപിതരെ കസ്റ്റഡിയിലെടുക്കണമെങ്കിൽ ED അപേക്ഷ നൽകണം. കോടതികൾ എല്ലാ സാഹചര്യവും പരിശോധിച്ച് കുറ്റാരോപിതരുടെ വാദം കേട്ട ശേഷം തീരുമാനമെടുക്കണം. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അന്വേഷണ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് കോടതികൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം കസ്റ്റഡി അനുവദിച്ചാൽ മതിയെന്ന് ജസ്റ്റിസ് അഭയ സോഖ, ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു. PMLA കേസിൽ ജാമ്യം ലഭിക്കുന്നതിന് എതിര് നിൽക്കുന്ന ഇരട്ട വ്യവസ്ഥയാണ് കോടതി സമൻസിൽ ഹാജരാകുന്നവർക്ക് സുപ്രീം കോടതി ഇളവ് ചെയ്തത്. ജാമ്യാപേക്ഷയെ എതിർക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് അവസരം നൽകണം. കുറ്റാരോപിതൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന കാര്യത്തിൽ കോടതികൾക്ക് ഉത്തമ ബോധ്യമുണ്ടാകണമെന്നതുമാണ് ജാമ്യം കിട്ടുന്നതിന് വിഘാതമായിരുന്നത്. എന്നാൽ കോടതി സമൻസ് അനുസരിച്ച് ഹാജരാകുന്നവർ കസ്റ്റഡിയിൽ അല്ലാത്തതിനാൽ അവർ ജാമ്യത്തിന് അപേക്ഷ നൽകേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പകരം അവർ ക്രിമിനൽ നടപടി നിയമം 88-ാം വകുപ്പ് പ്രകാരം ബോണ്ട് നൽകണമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞു. PMLA പ്രകാരം റെയ്ഡ്, സ്വത്തുക്കൾ കണ്ടുകെട്ടൽ, അറസ്റ്റ് തുടങ്ങിയ നടപടികളിൽ EDക്കുള്ള വിശാലാധികാരം വിജയ് മദൻലാൽ ചൗധരി കേസിൽ 2022 സുപ്രീം കോടതി ശരിവച്ചിരുന്നു. ഈ വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് AM ഖാൻവിൽക്കറെ വിരമിച്ച ശേഷം കേന്ദ്ര സർക്കാർ ലോക്പാൽ അധ്യക്ഷനായി നിയമിച്ചു. എന്നാൽ വിജയ് മദൻലാൽ കേസിലെ വിധിക്കെതിരെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിമാർ ഉൾപ്പെടെ നിയമരംഗത്തെ പ്രമുഖർ രംഗത്തെത്തി. ഈ വിധിക്കെതിരായ അപ്പീലുകൾ പ്രത്യേക ബെഞ്ചിന്റെ പരിഗണനയിലാണ്. PMLA നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാനുള്ള 19-ാം വകുപ്പിന്റെ പ്രയോഗമാണ് കോടതി ഈ കേസിൽ വിശദീകരിച്ചത്. നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാനുള്ള കാരണമുണ്ടെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകുന്നതാണ് 19-ാം വകുപ്പ്. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം 19-ാം വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക കോടതിയുടെ അനുമതി വാങ്ങണമെന്നും നേരിട്ട് അറസ്റ്റ് ചെയ്യാനാകില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ സമൻസിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ ഹാജരായ പ്രതിയെ ED അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കും മുമ്പ് ഭൂവുടമയെ കൃത്യമായ വിവരങ്ങൾ അറിയിക്കണമെന്നും അവരുടെ എതിർപ്പും പരിഗണിക്കണമെന്നും സുപ്രീം കോടതി. പൊതു ആവശ്യങ്ങൾക്കായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളിൽ സർക്കാരിന്റെ 7 കടമകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിധിന്യായത്തിലാണ് ഈ നിർദ്ദേശം. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിയമങ്ങളിലെയും സംസ്ഥാന നിയമങ്ങളിലെയും സുപ്രധാന ഘടകങ്ങൾ ഏതെല്ലാമെന്ന് ഈ കടമകളിൽ വ്യക്തമാണെന്ന് ജഡ്ജിമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. നടപടികൾ തുടങ്ങും മുമ്പ് തന്നെ ഭൂവുടമയ്ക്ക് നോട്ടീസ് ലഭിക്കണമെന്നതാണ് അറിയാനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിന്റെ ഭാഗമാണ്. നോട്ടീസ് സുവ്യക്തമായിരിക്കണം. ഭൂവുടമയ്ക്ക് പറയാനുള്ളത് കേൾക്കണം. ഭൂമി ഏറ്റെടുക്കുന്ന അതോറിറ്റിയെ എതിർപ്പറിയിക്കാൻ ഭൂവുടമയ്ക്ക് അവകാശമുണ്ട്. ഈ ആശയവിനിമയം അർത്ഥപൂർണമായിരിക്കണം, തട്ടിക്കൂട്ടാകരുത്. ഭൂവുടമയുടെ എതിർപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം പേരിന് മാത്രമാകരുത്. യുക്തിസഹമായ തീരുമാനമെടുക്കുകയും അത് ഭൂവുടമയെ അറിയിക്കുകയും ചെയ്യേണ്ടത് അതോറിറ്റിയുടെ കടമയാണ്. എതിർപ്പ് കൂടി പരിഗണിച്ചുള്ള ഏറ്റെടുക്കൽ പ്രഖ്യാപനം നിർബന്ധമാണ്. ഇതിൽ വീഴ്ച വരുത്തുന്നത് നടപടിയെ വിപരീതമായി ബാധിക്കും. സ്ഥലമേറ്റെടുപ്പ് സ്വാഭാവികമായും പൊതു ആവശ്യത്തിന് വേണ്ടിയായിരിക്കണം. പൊതു ആവശ്യത്തിനാണോ എന്നത് കോടതിയുടെ തീർപ്പിന് വിധേയമായിരിക്കും. പൊതു ആവശ്യത്തിനല്ലെന്ന് കോടതി കണ്ടെത്തിയാൽ നടപടി റദ്ദാക്കപ്പെടും. സ്വത്തിനുള്ള അവകാശം ഭരണഘടനാപരമാണ്. അതിനാൽ ന്യായമായ നഷ്ടപരിഹാരം ഉടമയുടെ അവകാശമാണ്. അത് നൽകുകയും പുനരധിവാസം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. ഒന്നിലേറെ കാരണങ്ങളാൽ സ്ഥലമേറ്റെടുക്കൽ നടപടി ഭൂവുടമകളിൽ ആഘാതമേൽപ്പിക്കും. അതിനാൽ തന്നെ സ്ഥലം കണ്ടെത്തലും പരിശോധനയും തുടങ്ങി നഷ്ടപരിഹാരം നൽകൽ വരെ ന്യായമായ സമയപരിധിയിൽ തീർക്കണം. നിയമാനുസൃതമുള്ള സമയപരിധി പാലിക്കാത്തതിൻ്റെ പേരിൽ കോടതികൾ സ്ഥലമേറ്റെടുക്കൽ റദ്ദ് ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകുന്നില്ല. പകരം അതോറിറ്റി ഭൂമി നേരിട്ട് ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നടപടി പൂർത്തിയായതായി കരുതില്ല. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കേസുകളും വിധിന്യായങ്ങളുമുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഏറ്റെടുത്ത കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ നടപടി തെറ്റാണെന്ന് വിധിച്ച കൽക്കട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ്. കേസിൽ ഭൂവുടമയ്ക്ക് കോർപ്പറേഷൻ 5 ലക്ഷം രൂപ പിഴയായി നൽകണമെന്നും സുപ്രീം കോടതി വിധിച്ചു.
മതപരിവർത്തനം തടയാൻ ഉത്തർപ്രദേശ് സർക്കാർ കൊണ്ടുവന്ന നിയമം ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ലംഘിക്കുന്നതാണെന്ന് സുപ്രീം കോടതി. മതപരിവർത്തനം തടയൽ നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം ലംഘിക്കുന്നതാണെന്ന് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ചാണ് നിരീക്ഷിച്ചത്. സാം ഹിഗിൻബോത്തം കാർഷിക സാങ്കേതിക ശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന കേസിന് എതിരായ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. സ്വാധീനം ചെലുത്തിയും തെറ്റിദ്ധരിപ്പിച്ചും വസ്തുതകൾ വളച്ചൊടിച്ച് നടത്തുന്ന മതപരിവർത്തനങ്ങൾ മാത്രമേ കുറ്റമാകുന്നുള്ളൂ. അതിനാൽ മതം പരിവർത്തനം നടത്തിയ ആൾക്ക് മാത്രമേ തന്നെ അനധികൃതമായി മതം മാറ്റിയെന്ന് ആരോപിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ കോടതി അടുത്തതായി വാദം കേൾക്കുന്നതുവരെ VCക്കെതിരെ നടപടികൾ ഒന്നും തന്നെ പാടില്ലെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. മദ്യനയ കേസിൽ അറസ്റ്റ് ചോദ്യം ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. കേസിൽ കെജ്രിവാളിന് അനുകൂലമായ തെളിവുകൾ ED അവഗണിച്ചോ എന്ന് ജസ്റ്റിസ് സഞ്ജീവ് കുമാർ, ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് ചോദിച്ചു. ഒരു സാക്ഷി നേരത്തെ നൽകിയ മൊഴിയിൽ കെജ്രിവാളിനെതിരായ കുറ്റാരോപണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ EDക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിന് കൃത്യമായ മറുപടി ഉണ്ടായില്ല. BJPയുടെ സഖ്യകക്ഷിയായ TDPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയും കേസിലെ സാക്ഷിയുമായ മകുന്ദ ശ്രീനിവാസലു റെഡ്ഡിയുടെ മൊഴി ED അഭിഭാഷകർ വായിച്ചു കേൾപ്പിച്ച സാഹചര്യത്തിലാണ് സുപ്രീം കോടതി പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് അവിശ്വസനീയമായി തോന്നിയതിനാലാകും മൊഴി ഒഴിവാക്കിയതെന്നും അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം കോടതിക്കില്ലെന്നുമായിരുന്നു അഭിഭാഷകന്റെ വിശദീകരണം. മൊഴി ഒഴിവാക്കിയതിനുള്ള കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അതിനുള്ള ഉത്തരവാദിത്തമില്ലേ എന്നും കോടതി ചോദിച്ചു. കാരണം രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സമ്മതിച്ചു. അറസ്റ്റിന് ശേഷം കണ്ടെടുത്ത തെളിവുകൾ അറസ്റ്റിനുള്ള ന്യായീകരണമാക്കുന്ന നടപടി ശരിയല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. PMLA 19-ാം വകുപ്പ് പ്രകാരമുള്ള അറസ്റ്റിൽ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് വിചാരണ കോടതികൾക്ക് മാത്രമേ പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന EDയുടെ വാദം സുപ്രീം കോടതി തള്ളി. EDയുടെ അധികാരങ്ങളെ ഇത്രത്തോളം വലിച്ചു നീട്ടാൻ കഴിയുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. വിചാരണ കോടതിക്കോ ഹൈക്കോടതികൾക്കോ അക്കാര്യം പരിശോധിക്കാൻ അധികാരമുണ്ട്. സാധാരണഗതിയിൽ ഞങ്ങളത് ചെയ്യാറില്ല. എന്നാൽ അസാധാരണ സാഹചര്യങ്ങളിൽ ഈ കോടതിക്കും ഇടപെടാമെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കി. അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അസ്വാഭാവിക നടപടിയാണെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിന് സുപ്രീം കോടതി മറുപടി പറഞ്ഞു. വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആരുടെ കാര്യത്തിലും അസാധാരണ നടപടിയെടുത്തിട്ടില്ല. കെജ്രിവാൾ എന്ന് കീഴടങ്ങണമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരവിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ ഉത്തരവാണിത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് നിയമവാഴ്ച നടക്കേണ്ടതെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ച നടപടി പ്രത്യേക പരിഗണനയാണെന്ന വിമർശനം ഉയർന്നിട്ടുണ്ടെന്നായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 2 പതിറ്റാണ്ടിന് ശേഷമാണ് കപിൽ സിബൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നത്. മുതിർന്ന അഭിഭാഷകൻ പ്രദീപ് റായ്, നിലവിലെ പ്രസിഡന്റ് അദീഷ് C അഗർവാല തുടങ്ങിയവരെയാണ് സിബൽ പരാജയപ്പെടുത്തിയത്. കപിൽ സിബലിന് 1066 വോട്ടുകളാണ് ലഭിച്ചത്. രണ്ടാമതെത്തിയ പ്രദീപ് റായ്ക്ക് 689 വോട്ടുകളും നിലവിലെ പ്രസിഡന്റ് അദീഷ് C അഗർവാലയ്ക്ക് 269 വോട്ടുകളുമാണ് ലഭിച്ചത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റു 3 പേർ കൂടി മത്സരിച്ചിരുന്നു. കോടതി മുറികളിലേക്ക് രാഷ്ട്രീയം കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചാണ് സിബൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. തെരഞ്ഞെടുപ്പ് ബോണ്ട് കേസിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് അദീഷ് C അഗർവാല എഴുതിയ കത്ത് വിവാദമായിരുന്നു. സുപ്രീം കോടതി ബാർ അസോസിയേഷൻ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരമൊരു കത്ത് എഴുതാൻ പാടില്ല എന്നായിരുന്നു വലിയ വിഭാഗം അഭിഭാഷകരുടെ നിലപാട്. കേന്ദ്ര സർക്കാരിനും BJPക്കും വേണ്ടിയാണ് അദീഷ് C അഗർവാല കത്തെഴുതിയത് എന്ന ആരോപണവും ഉയർന്നിരുന്നു. അഭിഭാഷകനായി 50 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കപിൽ സിബൽ ഇത് 4ാം തവണയാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 1995, 96, 1997, 98, 2001, 2002 കാലയളവിലാണ് സിബൽ ഇതിനു മുമ്പ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. UPA സർക്കാരിന്റെ കാലത്ത് രാജ്യത്തിന്റെ നിയമ വകുപ്പ് മന്ത്രിയായിരുന്നു കപിൽ സിബൽ. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കിയില്ലെങ്കിൽ അറസ്റ്റിന് ഉത്തരവിടേണ്ടി വരുമെന്ന് MG സർവകലാശാല വൈസ് ചാൻസലർക്ക് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ്.
സ്വാശ്രയ സ്ഥാപനങ്ങളുടെ ഭരണത്തിനായി രൂപവൽക്കരിച്ച സർക്കാർ നിയന്ത്രിത സൊസൈറ്റിയായ CPASലെ ജീവനക്കാരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് സുപ്രീം കോടതി ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. ജൂലൈ 30 വൈസ് ചാൻസലർ ഉൾപ്പെടെ സർവകലാശാലയിലെ 4 ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. സ്വാശ്രയ സ്ഥാപനങ്ങളുടെ ഭരണത്തിനായി രൂപവൽക്കരിച്ച സർക്കാർ നിയന്ത്രിത സൊസൈറ്റിയായ CPSന് വേണ്ടി MG സർവകലാശാലയിൽ നിന്ന് പിരിച്ചുവിട്ട ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും 4 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് സുപ്രീം കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് പാലിക്കാത്തതിനാലാണ് ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് രൂക്ഷ വിമർശനം നടത്തിയത്. സർവകലാശാലയും വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും കോടതിയലക്ഷ്യം നടത്തിയെന്നാണ് പ്രഥമ ദൃഷ്ട്യാ ബോധ്യമാകുന്നതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. സർവകലാശാലയ്ക്ക് കീഴിലുള്ള സ്വാശ്രയ സ്ഥാപനങ്ങളെ സിപാസ് എന്ന സർക്കാർ നിയന്ത്രിത സൊസൈറ്റിക്ക് കൈമാറിയിരുന്നു. തുടർന്ന് സ്ഥിരം ജീവനക്കാർ അടക്കമുള്ള ജീവനക്കാരെ സർവകലാശാല പിരിച്ചുവിട്ടു. ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും ഈ പിരിച്ചുവിടൽ റദ്ദാക്കുകയും ജീവനക്കാരെ പഴയ തസ്തികകളിൽ നിയമിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. പിരിച്ചുവിടൽ കോടതിയലക്ഷ്യമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിരുന്നു. ഹൈക്കോടതി ഉത്തരവിൽ നിലവിൽ വന്ന 2019 വരെയുള്ള ശമ്പളവും ആനുകൂല്യവും നൽകിയെന്നാണ് MG സർവകലാശാലയുടെയും CPSന്റെയും വാദം. എന്നാൽ പിരിച്ചുവിടൽ 2022 സെപ്റ്റംബറിലായിരുന്നുവെന്നും അതുവരെയുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാതിരിക്കുന്നത് കോടതിയലക്ഷ്യമാണെന്നുമായിരുന്നു ജീവനക്കാരുടെ വാദം അംഗീകരിച്ച കോടതി 2022 സെപ്റ്റംബർ വരെയുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് നൽകണമെന്ന് നിർദ്ദേശിച്ചു. മറ്റു ജോലികളിൽ ഏർപ്പെടാത്ത കാലയളവിലുള്ള ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കുമാണ് ജീവനക്കാർക്ക് അർഹതയെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. സർവകലാശാലയാണ് സാമ്പത്തിക സഹായം കൈമാറേണ്ടതെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. MG സർവകലാശാല വൈസ് ചാൻസലർ സാബു തോമസ്, രജിസ്ട്രാർ പ്രകാശ് കുമാർ B, പ്രോ വൈസ് ചാൻസലർ അരവിന്ദ് കുമാർ, CPAS ഡയറക്ടർ ഹരികൃഷ്ണൻ P, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റജി സക്കറിയ എന്നിവർ ജൂലൈ 30 നേരിട്ട് ഹാജരാകണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ജീവനക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകരായ R ബസന്ത്, SP ചാലി, PN രവീന്ദ്രൻ, കാളീശ്വരൻ രാജു, റോയി എബ്രഹാം, ആലിം അൻവർ എന്നിവർ ഹാജരായി. MG സർവകലാശാലയ്ക്ക് വേണ്ടി അഭിഷേക് മനു സിംഗ്വി, നിതീഷ് ഗുപ്ത, PN മിശ്ര എന്നിവരും CPSന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത, G പ്രകാശ് എന്നിവരും ഹാജരായി. ഭീകര സംഘങ്ങളുമായി ബന്ധമാരോപിച്ച് അറസ്റ്റിലായ 11 മുസ്ലിങ്ങൾക്ക് ജാമ്യം നൽകി അലഹബാദ് ഹൈക്കോടതി. കുറ്റാരോപിതരായി 598 ദിവസം ജയിലിൽ കിടന്ന ശേഷമാണ് ഹൈക്കോടതിയുടെ ലക്നോ ബെഞ്ചിന്റെ വിധി. അൽ ഖായിദ ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങളുമായി ബന്ധമാരോപിച്ചായിരുന്നു 11 പേരെയും UP ഭീകരവിരുദ്ധ സംഘമായ ATS അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഇവർക്കെതിരെ കുറ്റം ആരോപിക്കാവുന്ന തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ലെന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ അത്താഉർ റഹ്മാൻ മസൂദി, മനീഷ് കുമാർ നിഗം എന്നിവരുടെ 2-അംഗ ബെഞ്ചാണ് ജാമ്യ ഹർജി പരിഗണിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് സമർപ്പിക്കപ്പെട്ട വിവരങ്ങളുടെയും പ്രതികളുടെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങളും കേട്ട ശേഷമാണ് ജാമ്യം നൽകിയതെന്ന് കോടതി വ്യക്തമാക്കി. രേഖകളെല്ലാം പരിശോധിച്ച ശേഷം ഇവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാവുന്ന യാതൊരു തെളിവുകളും കണ്ടെത്താനായിട്ടില്ല. കേസിൽ പ്രോസിക്യൂഷന് തങ്ങളുടെ വാദം സ്ഥാപിക്കാനായിട്ടില്ല. ഇതിനാൽ കുറ്റാരോപിതരെ ഇനിയും കസ്റ്റഡിയിൽ വെക്കാൻ ന്യായമില്ലെന്നും കോടതി പറഞ്ഞു. 2022 സെപ്റ്റംബർ 26 ഇവരെ UP ATS ഭീകരബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പുസ്തകങ്ങളും എല്ലാം പിടിച്ചെടുക്കുകയും ചെയ്തു. കേസിൽ 45 ദൃക്സാക്ഷികളെ ATS കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ആരോപണങ്ങൾ തെളിയിക്കാനായില്ലെന്ന് കുറ്റാരോപിതരുടെ അഭിഭാഷകൻ ഫുർഖാൻ പഠാൻ പറഞ്ഞു. ആവശ്യമായ സമയത്തൊന്നും ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘം തയ്യാറായിരുന്നുമില്ല. ATS ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവാഹ സമയത്ത് തങ്ങൾക്ക് ലഭിച്ച സമ്മാനങ്ങൾ വധൂവരന്മാർ ലിസ്റ്റാക്കി സൂക്ഷിക്കണമെന്ന് അലഹബാദ് ഹൈക്കോടതി. വിവാഹശേഷം സ്ത്രീധനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒഴിവാക്കാൻ നടപടി സഹായിക്കുമെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ജസ്റ്റിസ് D ചൗഹാന്റേതാണ് ഉത്തരവ്. വിവാഹത്തിന് നടത്തിയ കൊടുക്കൽ വാങ്ങലുകളെ ചൊല്ലി ഭാവിയിൽ തർക്കമുണ്ടാകാതിരിക്കാൻ വിവാഹ സമ്മാനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് കോടതി പറഞ്ഞത്. ഇത്തരം തർക്കങ്ങൾ സാധാരണഗതിയിൽ കോടതിയിൽ കലാശിക്കാറാണ് പതിവെന്നും പ്രശ്നം എളുപ്പത്തിൽ പരിഹരിക്കാൻ ലിസ്റ്റ് സഹായിക്കുമെന്നും കോടതി കൂട്ടിച്ചേർത്തു. സ്ത്രീധന നിരോധന നിയമം ചൂണ്ടിക്കാട്ടിയാണ് അധികം പേരും കോടതിയിൽ എത്താറുള്ളതെന്നും എന്നാൽ ഇതേ നിയമത്തിൽ വിവാഹ സമ്മാനങ്ങൾ സ്ത്രീധനത്തിൽ ഉൾപ്പെടുത്താതിരിക്കുന്നതിന് സാധ്യത നൽകുന്ന സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പാലിക്കപ്പെടണമെന്നുമാണ് കോടതിയുടെ ഉത്തരവ്. 1961 സ്ത്രീധന നിരോധന നിയമപ്രകാരം സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ ശിക്ഷാർഹമാണ്. 5 വർഷം വരെ തടവോ 15,000 രൂപ വരെ പിഴയോ ഈ കുറ്റത്തിന് ലഭിച്ചേക്കാം. എന്നാൽ ഇതേ നിയമത്തിൽ തന്നെ സെക്ഷൻ 3 സബ്സെക്ഷൻ 2 പ്രകാരം വിവാഹ സമയത്ത് വധൂവരന്മാർ ലഭിക്കുന്ന സമ്മാനങ്ങൾ സ്ത്രീധനത്തിൽ പെടുത്തില്ല. പക്ഷേ ഇത് വിവാഹ സമ്മാനങ്ങളായി തന്നെ ലിസ്റ്റ് ചെയ്യുകയും ഈ ലിസ്റ്റ് സൂക്ഷിക്കുകയും വേണം. പെൺകുട്ടിക്ക് സ്വന്തം താല്പര്യാർത്ഥം നൽകുന്ന സമ്മാനമാണിതെന്ന് അത് നൽകുന്നയാൾ എഴുതി ഒപ്പിടണമെന്നും വധുവും വരനും രേഖയിൽ ഒപ്പുവെക്കണമെന്നുമാണ് നിയമം. ഇന്ത്യൻ വിവാഹങ്ങളിൽ ഉപഹാരങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നും അതിനാൽ തന്നെ നിയമത്തിൽ ഇത്തരമൊരു വിട്ടുവീഴ്ച അത്യാവശ്യമാണെന്നുമാണ് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞത്.
ഡൽഹി മദ്യനയ കേസിൽ BRS നേതാവ് കെ കവിത സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ CBIയോട് ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് സ്വർണ്ണകാന്ത് ശർമ്മ CBIയുടെ മറുപടി ആവശ്യപ്പെട്ടത്. ജാമ്യം നിഷേധിച്ച വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 24-ന് കേസ് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തും. ജാമ്യം നിഷേധിച്ച ഉത്തരവ് മൗലികാവകാശ ലംഘനമാണെന്ന് ഹർജിയിൽ കവിത ആരോപിച്ചു. കാമുകനുമായുള്ള അടുപ്പം ചോദ്യം ചെയ്ത +1 വിദ്യാർത്ഥിനിയായ മീരയെ കൊലപ്പെടുത്തിയ കേസിൽ കുട്ടിയുടെ അമ്മ നെടുമങ്ങാട് തെക്കുംകര സ്വദേശി മഞ്ജുഷ, അവരുടെ സുഹൃത്ത് നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശി അനീഷ് എന്നിവർക്ക് ജീവപര്യന്ത തടവും 3.5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 8 വർഷം പ്രതികൾ അധിക കഠിന തടവ് കൂടി അനുഭവിക്കുവാനും അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു. 2019 ജൂൺ 10 രാത്രിയായിരുന്നു കൊലപാതകം. 2019 ജൂൺ 30 മുതൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം നിരസിച്ചിരുന്നു. നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളെ കൊലപ്പെടുത്താൻ കൃത്യത്തിന് 6 മാസം മുമ്പേ അമ്മയും കാമുകനും പദ്ധതി ആസൂത്രണം ചെയ്തുവെന്നായിരുന്നു കേസ്. മീരയുടെ പിതാവ് 2 വർഷം മുമ്പ് മരിച്ചു. കൊലയ്ക്ക് ശേഷം മഞ്ജുഷയും അനീഷും നാഗർകോവിലിൽ വീട് വാടകയ്ക്കെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. മകളെയും പേരക്കുട്ടി മീരയും കാണാനില്ലെന്ന് മഞ്ജുഷയുടെ അമ്മ വത്സല നെടുമങ്ങാട് പോലീസിൽ നൽകിയ പരാതിയാണ് അരും കൊലയുടെ ചുരുള് അഴിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം.